അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, തഅബിയത്തുൽ ജുനൂദി വ തസ്വിയത്തുസ് സുഫൂഫ്, സൈന്യങ്ങളെ ഒരുക്കി തയ്യാറാക്കലും സ്വഫുകളെ ശരിപ്പെടുത്തലും. സുമ്മ അബ്ബഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജയ്ശഹു അഹ്സന തഅബിയ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സൈന്യത്തെ നല്ല രീതിയിൽ ഒരുക്കി തയ്യാറാക്കി. വഅദ്ദല സുഫൂഫഹും അഅദല തസ്വിയ. അവരുടെ സഫുകളെ ഏറ്റവും മെച്ചമായ രീതിയിൽ നേരെയാക്കുകയും ചെയ്തു. ഫറഅ സവാദബിന ഗസിയ്യ മുതഖദ്ദിമൻ മിൻ സഫിഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സവാദ് ബിൻ ഗസിയ്യ തൻ്റെ നിരയിൽ നിന്നും മുന്തി നിൽക്കുന്നതായി കണ്ടു. ഫതഅനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖിദ്ഹിഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അമ്പ് കൊണ്ട് കുത്തി. ഫി ബത്നിഹി, സവാദ് ബിൻ ഗസിയയുടെ വയറ്റിൽ ഒരു ചെറിയ കുത്തു കൊടുത്തു, ഒന്ന് തട്ടി. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്തഖിം യാ സവാദ്, സവാദ് ലെവലായി നിൽക്കൂ, ശരിയായി നിൽക്കൂ. ഫഖാല, അപ്പം സവാദ് ബിൻ ഗസിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഔജഅതനി വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ. അങ്ങ് എന്നെ വേദനിപ്പിച്ചല്ലോ. നിശ്ചയം അല്ലാഹു തആല സത്യവും നീതിയുമായിട്ടാണ് അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫഅഖിദ്നി, അങ്ങനെക്ക് പ്രതികാരം ചെയ്യാൻ സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഫകശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബത്നിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വയറിൽ നിന്ന് വസ്ത്രം നീക്കി വയറ് കാണിച്ചു കൊടുത്തു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇസ്തഖിദ്, പ്രതികാരം ചെയ്തു കൊള്ളുക. ഫഅതനഖഹു, അപ്പോൾ സവാദ് ബിൻ ഗസിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ ആലിംഗനം ചെയ്തു. ഫഖബ്ബല ബത്നഹു, എന്നിട്ട് വയറ് ചുംബിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ എന്താണ് പ്രേരിപ്പിച്ചിട്ടുള്ളത് സവാദെ? ഖാല, അപ്പോൾ സവാദ് ബിൻ ഗസിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഹളറ മാ തറ, അങ്ങ് കാണുന്ന കാര്യം ഉണ്ടായി, അഥവാ യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുമോ എന്ന വിഷയത്തിൽ എനിക്ക് യാതൊരു നിർഭയത്വവും ഇല്ല. അതുകൊണ്ട് തന്നെ ഫഅറത്തു അൻ യകൂന ആഖിറുൽ അഹ്ദി ബിക അൻ യമുസ്സ ജിൽദക്, അങ്ങയോടുള്ള എൻ്റെ ഏറ്റവും അവസാനത്തെ കരാറ് എൻ്റെ ചർമ്മവും അങ്ങയുടെ ചർമ്മവും തമ്മിൽ സ്പർശിക്കലാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി. അങ്ങനെ ചെയ്തതാണ് നബിയെ. ഫദഅ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ,
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിന് ഖൈർ കൊണ്ട് പ്രാർത്ഥന നടത്തി. സുമ്മ ദഖലൽ അരീസ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ആ പന്തലിൽ പ്രവേശിച്ചു. വസ്തഗറഖ ഫിൽ ഖിറാഅത്തി വൽ ഇബ്തിഹാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനയിലും കേണപേക്ഷിക്കുന്നതിലും മുഴുകി. യുനാസിദു റബ്ബഹു മാ വഅദഹു മിനൻ നസ്ർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ റബ്ബിനോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. മാ വഅദഹു മിനൻ നസ്ർ, അല്ലാഹു തആല നബി തങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ സഹായം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻസുദുക അഹദക വ വഅദക, അല്ലാഹുവേ നിൻ്റെ കരാറ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. നീ പ്രവാചകന്മാർക്ക് സഹായം നൽകാം എന്ന് പറഞ്ഞ കരാർ, അതുപോലെ വ വഅദക നിൻ്റെ വാഗ്ദാനം, രണ്ട് വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം നിങ്ങൾക്കാണ് എന്ന ആ വാഗ്ദാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇൻ ശിഅത ലൻ തുഅബദ ബഅദൽ യൗമി അബദ, അല്ലാഹുവേ ഇൻ ശിഅത, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ലൻ തുഅബദ ബഅദൽ യൗമി അബദ, ഈ ദിവസത്തിന് ശേഷം ഒരിക്കലും തന്നെ നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫഅഖദ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിയദിഹി, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഹസ്ബുക, മതി മതി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മതി. അൽഹഹ്ത അലാ റബ്ബിക്, അങ്ങ് റബ്ബിനോട് വളരെ കൂടുതലായി പ്രാർത്ഥന നടത്തി, അങ്ങേയറ്റം റബ്ബിനോട് പ്രാർത്ഥിച്ചു. വഹുവ യസിബു ഫിദ്ദുറൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അങ്കിയിൽ നിൽക്കുകയാണ്. അങ്കി ധരിച്ചുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥന നടത്തിയത്. ഫഖറജ മിനൽ അരീസ് വഹുവ യഖൂൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പന്തലിൽ നിന്നും പുറത്തു വന്ന് വഹുവ യഖൂൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ടായിരുന്നു, സയഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ, ആ സംഘം പിന്നീട് പരാജയപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും, ശത്രു സൈന്യം പരാജയപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. വയുവല്ലൂന ദുബർ, അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്യും. വലിസ്സാഅ, മാത്രവുമല്ല ആ അന്ത്യസമയം, മൗഇദുഹും, അതാണ് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സമയം. വസ്സാഅ, ആ സമയം, അദ്ഹാ വ അമർ, അങ്ങേയറ്റം ആപൽകരവും അങ്ങേയറ്റം കയ്പുള്ളതുമാണ് ആ സമയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പന്തലിൽ നിന്നും പുറത്തേക്ക് വന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.